ഹലോ വെൽക്കം ബാക്ക്. ഞാൻ ഉഷാ രഘുനന്ദനൻ. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ലാസ്റ്റ് ഇയർ 2025 ചോദിച്ച US സ്കോളർഷിപ്പിലെ മാത്സിലെ ചില ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് ദ പ്രൊഡക്റ്റ് ഓഫ് 3 പ്രൈം നമ്പേഴ്സ് ഈസ് 1310. എമോങ് ദീസ് വിച്ച് വൺ ഈസ് ദ ലാർജസ്റ്റ്? എന്താ പറയുന്നത്? 3 അഭാജ്യ സംഖ്യ ഗുണിച്ചു കഴിഞ്ഞാൽ 1310 അതിന്റെ പ്രൊഡക്റ്റ് വരുന്നത്. ഗുണിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന സംഖ്യ. അങ്ങനെയാണെങ്കിൽ അപ്പൊ അവിടെ വരണ സംഖ്യ വിച്ച് ഓഫ്, അപ്പൊ ഈ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതില് ഏറ്റവും വലിയ അഭാജ്യ സംഖ്യ ഏതായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് അറിയില്ല അല്ലെ, 1310ന്റെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഏതൊക്കെ അഭാജ്യ സംഖ്യ ഗുണിച്ചാലാണ് ഇത് കിട്ടുക ആദ്യം നോക്കണം അല്ലെ. അപ്പൊ എന്ത് ചെയ്താൽ മതി? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക. 1310ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്താൽ നമുക്ക് അവിടെ പ്രൈം ഫാക്ടേഴ്സ് കിട്ടും അല്ലെ. അപ്പോ ഇവിടെ ഈവൺ നമ്പർ ആണ്, സോ 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. 6 2 12, 5 2 10 ഇങ്ങനെ കിട്ടി. വീണ്ടും ഇതെന്താണ്? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 1 3 1. ഇനി ഇവിടെ കിട്ടിയത് 131 എന്ന് പറയുന്നത് നമ്മളുടെ പ്രൈം നമ്പർ ആണ്. സോ 131 കൊണ്ട് തന്നെയാണ് അത് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നോക്കൂ 1310ന് നമുക്ക് ഏതൊക്കെ ഫാക്ടേഴ്സ് കിട്ടി? 2 × 5 × 131. ഇത്രയും നമ്പേഴ്സ് കിട്ടി. അപ്പൊ ഈ 3 ഫാക്ടേഴ്സ്, ഈ നമ്പർ 3 ഗുണിച്ചാലാണ്, പ്രൈം ഫാക്ടേഴ്സ് ഗുണിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് കിട്ടുക? 1310 കിട്ടുക അല്ലെ. ഇവിടെ എന്താ പറയുക? പ്രൊഡക്റ്റ് ഓഫ് 3 പ്രൈം നമ്പേഴ്സ്, 3 അഭാജ്യ സംഖ്യകൾ. അപ്പൊ നമുക്ക് കിട്ടിയ 3 അഭാജ്യ സംഖ്യകൾ ഏതൊക്കെയാണ്? 2 2 5 131. അപ്പൊ ഈ 3 എണ്ണത്തിലും ഏതാണ് വലുത് എന്നാണ് ചോദ്യം. അപ്പോ 2 അല്ല, 5 അല്ല, 59 അല്ല, ഏതാണ് വലിയ സംഖ്യ? 131. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നമ്പർ ടു ബി ആഡഡ് ടു ബോത്ത് sides of the ratio 11:5 so that the ratio becomes 3:2? എന്താണ് പറയുന്നത്? തന്ന റേഷ്യോ 11:5 ആണ്. ഇനി ഈ 11:5 എന്ന റേഷ്യോ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എന്തിലേക്ക് മാറ്റിയെടുക്കണം? 3:2ലേക്ക് മാറ്റിയെടുക്കണം. ഈ 3:2ലേക്ക് മാറ്റിയെടുക്കണമെങ്കിൽ എന്തായിരിക്കും നമ്മൾ ഇവിടെ രണ്ട് സൈഡിലും ആഡ് ചെയ്യേണ്ടതെന്നാണ് ചോദ്യം. അപ്പോ നമുക്ക് ആഡ് ചെയ്യ, അപ്പൊ നമുക്ക് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഇതിൽ എന്താ വെച്ചാൽ നമ്മൾ ആഡ് ചെയ്യുന്നതിനേക്കാട്ടും നല്ലത് നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് ചെക്ക് ചെയ്യാണ് ഏറ്റവും ബെസ്റ്റ് അല്ലേ. അപ്പൊ കാരണം നമ്മൾ ആഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് നമ്പേഴ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കേണ്ടി വരും. അപ്പൊ ഇവിടെ ആദ്യം നമുക്ക് 2 എടുത്ത് നോക്കാം. 11ൽ 2 കൂട്ടിയാൽ 13, 5ൽ 2 കൂട്ടിയാൽ 7. രണ്ടും ഒരു പ്രൈം നമ്പർ ആണ് അല്ലെ. ഇനി ഇതിനെ ചുരുക്കാൻ പറ്റില്ല, സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് 3:2 കിട്ടാൻ സാധ്യത അവിടെ ഇല്ല. അപ്പൊ അത് പോയി. ഇനി നമുക്ക് 5 ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. 11ൽ 5 ആഡ് ചെയ്താൽ 16, പിന്നെ 5ൽ 5 ആഡ് ചെയ്താൽ 10. ഇതിനിപ്പോ നമ്മൾ ചുരുക്കി കഴിഞ്ഞാൽ രണ്ടും ഈവൺ നമ്പർ ആണ്, 8:5 എന്നാണ് കിട്ടുക. അപ്പോഴും നമുക്ക് എന്ത് കിട്ടണില്ല? 3:2 കിട്ടണില്ല. അപ്പൊ അതും പോയി. ഇനി നമുക്ക് 7 ആണ് നെക്സ്റ്റ്. 11ൽ 7 കൂട്ടിയാൽ 18, 5ൽ 7 കൂട്ടിയാൽ 12. ഓക്കെ. ഇനി ഇതിനൊന്ന് നമുക്ക് ചുരുക്കി നോക്കാം. ഇത് രണ്ടും ഈവൺ നമ്പർ ആണ്, 9:6. ഇനി രണ്ടും വീണ്ടും നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. രണ്ടും എന്താണ്? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുക 3:2 ആണ്. അതന്നെയല്ലേ ഇപ്പൊ നമുക്ക് ഇവിടെ വേണ്ടത്? നോക്കി നോക്കൂ അല്ലേ. അപ്പോ നമുക്ക് ഉറപ്പായി 7 എന്ന സംഖ്യ രണ്ട് സൈഡിലും ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സിംപ്ലിഫൈ ചെയ്ത് 18:12 ആണ് കിട്ടുന്നത്. പക്ഷെ 18:12നെ സിംപ്ലിഫൈ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ലോവസ്റ്റ് ഫോമിൽ സിംപ്ലിഫൈ ചെയ്യണമല്ലോ, ഏറ്റവും കുറവ് സിംപ്ലിഫൈ ചെയ്ത് കിട്ടുന്ന സംഖ്യ ഏതാണ്? 3:2 ആണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ചോദ്യം കണ്ടിട്ട് പേടിക്കണ്ട, സിമ്പിൾ ആയിട്ടുള്ള 2 സ്റ്റെപ്പ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. x⁻150 ഈസ് ഈക്വൽ ടു 9x⁻50. ഇവിടെ 9നെ എനിക്ക് 3² എന്ന് എഴുതാലോ. എഴുതിക്കൂടെ? 3² എന്ന് എഴുതാം. ഇനി
ഇതിനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ എക്സ് റേസ് ടു 150 ഈസ് ഈക്വൽ ടു, ഇവിടെ നോക്കി നോക്കൂ, ഇതിനെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കൊരു റൂൾ ഉണ്ട്, എ റേസ് ടു എം ഹോൾ റേസ് ടു എൻ, പവർ ഓഫ് എ പവർ, പവറും മൾട്ടിപ്ലൈ ആവും, എ റേസ് ടു എം ഇൻറ്റു എൻ എന്ന് വരും. ആ റൂൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇത് എന്ത് വരും, 3 റേസ് ടു 2 ഇൻറ്റു 50 100. പിന്നെ എക്സ് റേസ് ടു എന്ത് വരും, 50 എന്ന് വരും. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഇത് ഓപ്പൺ ആയി. ഇനി നെക്സ്റ്റ് ഇവിടെ നോക്കി നോക്കൂ, എക്സ് റേസ് ടു 150 ഉണ്ട്, എക്സ് റേസ് ടു 50 ഉണ്ട്. ഇവിടെ 3 റേസ് ടു 100 ഇൻറ്റു എക്സ് റേസ് ടു 50 ആണ്. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് മൾട്ടിപ്ലിക്കേഷൻ ആവുമ്പോൾ അതിന് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇറ്റ് വിൽ ബി ഡിവിഷൻ. ഇവിടെ താഴേക്കാണ് വരിക. അപ്പോൾ എങ്ങനെ എഴുതാം, എക്സ് റേസ് ടു 150, ഈ ഒരു എക്സ് റേസ് ടു 50നെ ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ എക്സ് റേസ് ടു 50 ഡിവൈഡഡ് ബൈ വരും. ഇവിടെ മൾട്ടിപ്ലിക്കേഷനിലുള്ള ടേം ഇവിടേക്ക് വരുമ്പോൾ എന്താവും, ഡിവിഷനിൽ വരും, ഈസ് ഈക്വൽ ടു 3 റേസ് ടു 100 എന്ന് കിട്ടും. ക്ലിയർ. ഇനി ഈ എക്സ്പോണൻസിൽ തന്നെ നമുക്ക് വേറൊരു റൂൾ ഉണ്ട്, എക്സ് റേസ് ടു എം ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു എൻ എന്ന് വെച്ചാൽ ബേസ് സെയിം ആവുമ്പോൾ പവർ നമുക്ക് എങ്ങനെ ചെയ്യാം, മൈനസ് ചെയ്യാം, എം മൈനസ് എൻ. അപ്പോൾ പ്രൊവൈഡഡ് എന്ത്, എം എന്തിനേക്കാട്ടിലും ഗ്രേറ്റർ ആയിരിക്കണം, എന്നിനേക്കാട്ടിലും ഗ്രേറ്റർ ആണ്. അപ്പോൾ ഇവിടെ അങ്ങനെ തന്നെയാണ്, നമ്മുടെ അംശം എന്ന് പറയുന്നത് ന്യൂമറേറ്ററിന്റെ പവർ ഡിനോമിനേറ്ററിന്റെ പവറിനെക്കാട്ടും വലുതാണ്. അപ്പൊ ഈ റൂൾ അനുസരിച്ച് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, എക്സ് റേസ് ടു 150 മൈനസ് 50 ഈസ് ഈക്വൽ ടു 3 റേസ് ടു 100 എന്ന് കിട്ടും. അപ്പോൾ എക്സ് റേസ് ടു 150 50 കുറച്ചാൽ 100 എന്ന് കിട്ടും, ഈസ് ഈക്വൽ ടു 3 റേസ് ടു 100 എന്ന് കിട്ടും. ഇനി പവർ കമ്പയർ ചെയ്ത് നോക്കി നോക്കൂ, എക്സിന്റെ വാല്യൂ എന്താ കിട്ടുക, ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. ഓക്കെ, സിമ്പിൾ ആണല്ലോ. അപ്പോൾ 1 അല്ല 2 അല്ല, നമ്മുടെ ഓപ്ഷൻ എന്താണ്, സി ഓപ്ഷൻ ആണ്, 3 എന്നാണ് നമുക്ക് ഇവിടെ വാല്യൂ കിട്ടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2.5 glasses of water would fill a large bottle and 1.5 glasses of water would fill a smaller bottle. 2.5 ഗ്ലാസ് വെള്ളം, ഒരു വലിയ ബോട്ടിൽ 2.5 ഗ്ലാസ് വെള്ളം ഫില്ല് ചെയ്യണം. അതേപോലെ ചെറിയ ഗ്ലാസ്സിൽ എത്രയാണ്, 1.5 ഗ്ലാസ്. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ കപ്പാസിറ്റീസ് ഓഫ് ദ ലാർജർ ബോട്ടിൽ ടു ദ സ്മോളർ ബോട്ടിൽ? ലാർജ് ബോട്ടിൽ 2.5, റേഷ്യോ ആണ് കണ്ടുപിടിക്കുക, അംശബന്ധം കാണണം, 2.5:1. ഇനി ഇവിടെ നമ്മൾ കൺഫ്യൂഷൻ ആക്കാൻ 2:1 1:2 ഒക്കെ അങ്ങനെ തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ലാർജർ ഈസ് ടു സ്മോളർ ആണ് കാണാൻ പറയുന്നത്. ചോദ്യത്തിൽ ഇവിടെ നോക്കി നോക്കൂ, ലാർജർ ബോട്ടിൽ ടു സ്മോളർ ബോട്ടിൽ. അപ്പോൾ ആദ്യം ലാർജർ എഴുതണം, പിന്നെ സ്മോളർ എഴുതണം. ഇനി എക്സാമിൽ നേരെ തിരിച്ച് ചോദിക്കുകയാണ്, സ്മോളർ ഈസ് ടു ലാർജർ ആണെങ്കിൽ ആദ്യം 1.5 എഴുതിയിട്ട് പിന്നെ 2.5 എഴുതണം. അപ്പോൾ ഇവിടെ 2.5:1 റേഷ്യോ ആണ് നമ്മളോട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറയുന്നത്. ഇനി ഇവിടെ ഏറ്റവും എളുപ്പം എന്താ വെച്ചാൽ നമുക്ക് ഇതിനെ ഫ്രാക്ഷൻ ആക്കി മാറ്റാം. അപ്പോൾ ഇവിടെ നോക്കി നോക്കൂ, 2.5 നമുക്ക് എങ്ങനെ എഴുതാം, 2 × 2 4, 4ൽ 1 കൂട്ടിയാൽ 5. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, 5/2 എന്ന് എഴുതാം അല്ലേ. 2.5 എന്ന് പറഞ്ഞാൽ 5ന്റെ പകുതിയാണ്. ഇനി 1.5, 1 × 2 2, 2 + 1 3, 3/2, 3ന്റെ പകുതിയാണ് 1.5 എന്ന് പറയുന്നത്. രണ്ട് സൈഡിലും സെയിം ഉള്ള ടേംസിനെ കട്ട് ചെയ്യുക, ബാക്കി നമുക്ക് റേഷ്യോ കിട്ടുന്നത് എത്രയാണ്, 5:3. അപ്പം നമ്മുടെ ആൻസർ ഏത് ഓപ്ഷനാണ്, ഓപ്ഷൻ നമ്പർ പി ആണ്. ഓക്കെ, അപ്പം ഇനി നമ്മൾ നേരെ തിരിച്ചിട്ട് കൊടുത്ത് നമുക്ക് ഈ ഓപ്ഷൻ കിട്ടിയിരുന്നു, പക്ഷെ ആ ഓപ്ഷൻ അല്ല നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പല രീതിയിലും ക്വസ്റ്റ്യൻസ് വരും, ആൻസർ ഒക്കെ തിരിച്ചിട്ട് മറിച്ചിട്ടൊക്കെ തരും. പക്ഷെ നമ്മൾ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യണം, കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ആൻസർ കിട്ടും. പക്ഷേ എന്താ വെച്ചാൽ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണം, നല്ലോണം പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് തന്നെയാണ് മാത്സിൽ സക്സസ് വരുത്തുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട് ഇതിലുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഫ്രണ്ട്സിനായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇനി നമുക്ക് ചോദ്യങ്ങൾ ചെയ്യാനുണ്ട്, അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ടിൽ ദെൻ ബൈ.